നമസ്കാരം. 2024 കലണ്ടർ വർഷം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം കരിയർ മാറ്റിമറിക്കപ്പെട്ട വർഷമാണ്. ഇന്ത്യക്ക് വേണ്ടി താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം പിറന്നതും ഈ വർഷം തന്നെയാണ്. T20യിൽ ഈ വർഷം അവസാനം കളിച്ച 5 ഇന്നിംഗ്സുകളിൽ 3 തവണയാണ് സഞ്ജു 3 അക്കം കടന്നത്. ഇതോടെ T20 ടീമിന്റെ ഓപ്പണിംഗിൽ സ്ഥാനമുറപ്പിക്കാനും ഈ 30-കാരന് സാധിച്ചിട്ടുണ്ട്. 2024 മിന്നും ഫോം 2025 തുടരുകയായിരിക്കും സഞ്ജുവിന്റെ ലക്ഷ്യം. അടുത്ത വർഷം ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യ സുപ്രധാന ടൂർണമെന്റ് ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. സമീപകാലത്തെ ഫോം കണക്കിലെടുക്കുമ്പോൾ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കണമെന്ന ആവശ്യം ക്രിക്കറ്റ് ലോകത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ താരത്തിന് മികച്ച റെക്കോർഡ് ഉണ്ട് എന്നതും ഇതിനൊപ്പം ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ സമീപകാല ഫോമിന്റെ അടിസ്ഥാനത്തിൽ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഇടം ലഭിച്ചാലും സഞ്ജു സാംസൺ പ്ലേയിങ് 11ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് വാസ്തവം. അന്താരാഷ്ട്ര T20യിൽ സഞ്ജുവിന്റെ കരിയർ മാറി മറിയുന്നത് ഓപ്പണിംഗിലേക്ക് വന്നതോടെയാണ്. എന്നാൽ ഏകദിനത്തിൽ ഓപ്പണിംഗ് സ്പോട്ടിൽ ഒഴിവില്ല എന്നതാണ് സത്യം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഉപനായകൻ ശുഭ്മാൻ ഗില്ലുമാണ് നിലവിൽ ഏകദിനത്തിൽ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണർമാർ. ഇവർ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യും. യശസ്വി ജയ്സ്വാൾ ബാക്കപ്പ് ഓപ്പണറായും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പ്രധാന വിക്കറ്റ് കീപ്പറായും സഞ്ജുവിനെ പ്ലേയിങ് 11ലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല. കാരണം ഈ സ്ഥാനത്ത് ഋഷഭ് പന്തിനെ ഇന്ത്യ മാറ്റി പരീക്ഷിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മധ്യനിരയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം പരിഗണിക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് സ്ക്വാഡിൽ എടുത്താലും ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മുന്നിലുണ്ടാവുക. അതേസമയം ഇന്ത്യയുടെ മധ്യനിരയിൽ ഋഷഭ് പന്തിന് പുറമെ KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാകും ആദ്യ ഓപ്ഷനുകൾ. ഇവരെ മറികടന്ന് സഞ്ജുവിനെ ഇന്ത്യ പ്ലേയിങ് 11ലേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഇടം നേടിയാലും T20 ലോകകപ്പിൽ കണ്ടതുപോലെ ഡഗൌട്ടിൽ സഞ്ജുവിന് സമയം ചിലവഴിക്കേണ്ടി വരും. മികച്ച ഫോമിലൂടെ കടന്നു പോകുന്ന സമയത്ത് സഞ്ജുവിന് കനത്ത തിരിച്ചടി നൽകുന്ന സൂചനകളാണ് ഇത്. അതേസമയം 2023 ഡിസംബറിലാണ് സഞ്ജു അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ കളിച്ചത്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ അവസാന ഏകദിന മത്സരം കൂടിയായിരുന്നു ഇത്. ഈ കളിയിൽ സെഞ്ചുറി നേടി ടീം ഇന്ത്യയുടെ വിജയശില്പിയാകാനും സഞ്ജുവിന് സാധിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് സഞ്ജു പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതുവരെ 16 ഏകദിന മത്സരങ്ങളിലാണ് സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. ഇതിൽ 14 ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത സഞ്ജു 56.68 ബാറ്റിംഗ് ശരാശരിയിൽ 510 സ്കോർ ചെയ്തിട്ടുണ്ട്. 99.61 എന്ന മികച്ച ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റാണ് ഏകദിനത്തിൽ ഈ മലയാളി താരത്തിനുള്ളത്. ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് ഇത്.